കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. നമ്മൾ ഇന്നത്തെ ഈ സെഷനകത്ത് നോക്കാൻ പോകുന്നത് MCOM സെക്കൻഡ് സെമ്മിന്റെ പേപ്പറായ MCO 024, അതായത് നമ്മുടെ ബിസിനസ് എത്തിക്സ് ആൻഡ് CSRന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെഷനിൽ മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ എത്രത്തോളം പോർഷൻസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഹെഡിങ്സ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഹൈലി ഫ്രീക്വന്റ്ലി റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പോർഷൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യുക. ജനറലി നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഏത് പാറ്റേൺ ആണ്, അല്ലെങ്കിൽ നോർമലി എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഏത് ടോപ്പിക്സ് ആണ് കൂടുതലായിട്ട് കവർ ചെയ്തിരിക്കുന്നത്, അതൊക്കെ നമുക്ക് നോക്കാം. നമ്മളുടെ നോർമലി നമുക്കറിയാം എന്താണ്, ഇതൊരു തിയറി പേപ്പർ ആണ് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ നമുക്ക് കൂടുതലായിട്ടും ചോദിച്ചു കാണുക. ഇനി അതിലെ ഒരു ടൈപ്സ് എന്ന് പറയുന്നത്, അതായത് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് ബിസിനസ് എത്തിക്കൽ തിയറീസ് അല്ലെങ്കിൽ CSR കൺസെപ്റ്റ് അങ്ങനത്തെ പോർഷൻസിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. അപ്പൊ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ തിയറീസ് അല്ലെങ്കിൽ ഡിസ്കസ് ദീസ് പോയിന്റ്സ് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു സബ്ജക്റ്റിനകത്ത് വന്നു കണ്ടിട്ടുള്ളത്. ദെൻ അതിന്റെ ഒരു ബേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്, നമുക്ക് അറിയാൻ പറ്റും. അതായത് കോമൺലി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നിന്ന് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കോ അല്ലെങ്കിൽ കേസോ പറഞ്ഞിട്ട് അതിനെ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ സംഭവങ്ങൾ അല്ലെങ്കിൽ പർട്ടിക്കുലർലി ഒരു പോർഷൻ തന്നു കഴിഞ്ഞാൽ അതെന്താന്ന് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതെന്താന്ന് ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് പോയിന്റ്, ഇപ്പൊ പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു തിയറി തന്നിട്ടാണ് അത് ഡിസ്കസ് ചെയ്യാൻ പറയുന്നതെങ്കിൽ ആ തിയറി എന്താണ്, ആ തിയറിയുടെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം അതിന്റെ ആൻസേഴ്സ് നമ്മൾ അല്ലെങ്കിൽ കണ്ടന്റ് നമ്മൾ ചെയ്യാൻ. ദെൻ അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ചെറിയൊരു ട്രെൻഡ് കൂടി ഇതിനകത്ത് കണ്ടുവരുന്നത് എക്സാമ്പിൾസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ആൻസർ വിത്ത് എക്സാമ്പിൾ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ്, അങ്ങനെ എന്തെങ്കിലും ഒരു കേസസും കൂടെ റെഫർ ചെയ്തുകൊണ്ട് ഇതിനകത്ത് കാണിക്കാൻ കൂടുതലായിട്ടും പറയുന്നുണ്ട്. അപ്പം ദെൻ ഇത് ഇത്രയുമാണ് അതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. അതായത് എന്തെങ്കിലും ഒരു അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വിത്ത് എക്സാമ്പിൾസ് അല്ലെങ്കിൽ വിത്ത് കേസ് സ്റ്റഡീസ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഇതുവരെ കണ്ടു വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ CSRന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതായത് ഇന്ത്യയിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഇങ്ങനത്തെ കേസസ് ഒക്കെ പർട്ടിക്കുലർലി നമ്മൾ ചോദിച്ചു കണ്ടുവരുന്നുണ്ട്. അതിനകത്തൊക്കെയാണ് കൂടുതലും എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കുന്നത്. അപ്പം ഈ പോർഷൻസ് ഒക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ കവറേജ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ടോപ്പിക്സ്, സിലബസിലെ ടോപ്പിക്സ് എത്രത്തോളം കവർ ചെയ്യുന്നു എന്നത് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലി ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം ഹൈ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് എത്തിക്കൽ തിയറീസ്, അതായത് ട്രഡീഷണൽ, ടെലിയോളജിക്കൽ, ദിയോണ്ടോളജിക്കൽ, കണ്ടംപററി എന്ന് പറയുന്ന തിയറീസിന്റെ ബേസിലുള്ള പോർഷൻസ് ഹൈലി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ CSR സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ മോഡൽസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ കോണ്ടക്സ്റ്റിലുള്ള CSRന്റെ സ്ട്രാറ്റജീസും മോഡൽസും ഒക്കെ എന്താണ് ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതായത് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അല്ലെങ്കിൽ അതിന്റെ ഇംപ്ലിമെന്റേഷൻസ്, അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിസിനസ് എത്തിക്സ് ആൻഡ് CSR, ഈ പോർഷൻസ് ഒക്കെയാണ് കൂടുതലായിട്ടും നമ്മളുടെ ഈ ഒരു ബിസിനസ് എത്തിക്സിന്റെ പേപ്പറിനകത്ത് അല്ലെങ്കിൽ ഈ MCO 024 കൂടുതലായിട്ടും കണ്ടുവന്നിട്ടുള്ളത്.
ദെൻ മോഡറേറ്റ്ലി കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് മുമ്പ് നമ്മൾ പറഞ്ഞ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന്റെ കാര്യമാണ് CSR പറഞ്ഞത്. പക്ഷെ മോഡറേറ്റ്ലി കവർ ചെയ്തിരിക്കുന്ന എന്താണ്? ബിസിനസ് എത്തിക്സ് ഗ്ലോബലൈസേഷന്റെയും എഡ്യൂക്കേഷന്റെയും ബേസിസിലുള്ളത്. അതേപോലെ തന്നെ CSR റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പ്രോസസ്സ് അതിന്റെ കാര്യങ്ങൾ. ദെൻ എത്തിക്കൽ ഡിലൈമാസ്, അതായത് എത്തിക്കൽ ഡിലൈമാസ് എന്താണ്, അതിന്റെ ടൈപ്സ് കാര്യങ്ങൾ, ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിം വർക്ക്സ്, ഈ പോർഷൻസ് ഒക്കെ എന്താണ് മോഡറേറ്റ്ലി കവർ ചെയ്തിരിക്കുന്ന പോർഷൻസ് ആണ് ഈ ഒരു 3 ഹെഡ്സ് വരുന്നത്. ഇനി ലെസ് കവേർഡ്, അതായത് ഏറ്റവും കുറച്ച് കവർ ചെയ്ത് കണ്ടിട്ടുള്ള പോർഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ് അധികം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല, പക്ഷെ പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഫോർ പബ്ലിക് സെക്ടർ എന്റർപ്രൈസും ഡീറ്റെയിൽഡ് പ്രൊസീജിയറൽ ആസ്പെക്ട്സ് ഓഫ് CSR ലോ ആൻഡ് ഓഡിറ്റ്. ഈ 2 ടോപ്പിക്കുകളിൽ നിന്നാണ് കവർ ചെയ്തിട്ടുണ്ടോ, ഉണ്ട്, പക്ഷെ എന്താണ് റിപ്പീറ്റഡ്ലി വന്നിട്ടില്ല. വളരെ ചുരുക്കം പ്രാവശ്യം മാത്രമേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ദെൻ ഇതിന്റെയൊക്കെ ബേസിസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടബിൾ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എത്തിക്കൽ തിയറീസ് അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ, ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും എക്സാമിനേഷൻ സെഷനകത്ത് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു വരുന്നത്. അതായത് എത്തിക്കൽ തിയറീസും അതേപോലെ തന്നെ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ, അതാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ വേറൊരു പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് CSR, അതായത് CSRന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കേസസ് ഇംപ്ലിമെന്റേഷൻ വരുമല്ലോ, അത് എത്രത്തോളമാണ്, എങ്ങനെയൊക്കെയാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള അതിന്റെ കേസസ് പർട്ടിക്കുലർലി ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഇവോൾവിംഗ് റെഗുലേറ്ററി ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ്, ഇത്രയുമാണ് ഒരു അറ്റൻഷൻ കൂടുതലായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അതായത് കൂടുതൽ എത്തിക്കൽ തിയറീസ് ഒക്കെ നോക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സെഷൻസ് ആണ്. ദെൻ അതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്ന ഒരു പോർഷൻ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമ്മളിപ്പോ മേളിലാണെങ്കിലും മറ്റേ ടോപ്പിക്സ് കവേർഡിനകത്ത് നമ്മൾ കണ്ടില്ലേ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കന്റ് ഏരിയാസ്, അതിലും എന്താ ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ വെച്ച് ഏകദേശം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏതൊരു സ്റ്റൈലാണെന്നും അല്ലെങ്കിൽ എങ്ങനെ ആകുമെന്നും നമുക്ക് ഒന്ന് പ്രഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇന്ന പോർഷൻസ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അത് മസ്റ്റായിട്ട് കവർ ചെയ്യണം. അതായത് ഒരിക്കലും വിട്ടു പോകരുത്, ഞാനൊന്ന് ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും ഒന്ന് കവർ ചെയ്തിട്ടേ പോകാവൂ എന്നൊരു ഒരു നമുക്കൊരു മനസ്സിലൊരു തന്നെത്താൻ ഒരു അണ്ടർസ്റ്റാൻഡിങ് കാണുമല്ലോ, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഏതൊരു പാറ്റേൺ ആയിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് പോകാം. അതൊന്നുകൂടെ നമ്മുടെ എക്സാം ഈസിയർ ആക്കാനും ബെറ്റർ ആക്കാനും സഹായിക്കാറുണ്ട്. ദെൻ ബ്ലോക്ക് വൈസ് ഉള്ള വെയിറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് ഓരോന്നും. അതായത് നമുക്ക് അക്രോസ് ഒരു 3 എക്സാംസ് നോക്കുമ്പോൾ നമുക്ക് തൊട്ട് മുമ്പ് കഴിഞ്ഞിരിക്കുന്ന 3 എക്സാമിന്റെ ബേസിസിൽ ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ടെന്ന്. അതായത് December 22 കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് 1 നിന്ന് 3 ക്വസ്റ്റ്യൻസ്, ബ്ലോക്ക് 2 നിന്നും 2 ക്വസ്റ്റ്യൻസ്, ബ്ലോക്ക് 3 നിന്നും 1 ക്വസ്റ്റ്യൻ, ബ്ലോക്ക് 4 നിന്നും 2 ക്വസ്റ്റ്യൻ. ജൂൺ 2023 നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 1 നിന്ന് 1 ക്വസ്റ്റ്യൻ, ബ്ലോക്ക് 2 നിന്ന് 1 ക്വസ്റ്റ്യൻ, ബ്ലോക്ക് 3 നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ബ്ലോക്ക് 4 നിന്ന് 2 ക്വസ്റ്റ്യൻ. ഇനി കറന്റ്ലി ഇപ്പൊ ലാസ്റ്റ് നടന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് December 23 നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 1 നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നു, ബ്ലോക്ക് 2 നിന്ന് 1 ക്വസ്റ്റ്യൻ, ബ്ലോക്ക് 3 നിന്ന് 2 ക്വസ്റ്റ്യൻ, ബ്ലോക്ക് 4 നിന്ന് 3 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ബ്ലോക്കും എക്സാംസിന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് കവർ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ഒരു ബേസിസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അക്രോസ് എന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് 1ഉം 4ഉം എന്താണ്, നമുക്ക് ഹാവ് മോർ ദാൻ ക്വസ്റ്റ്യൻസ് എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3യിലെക്കാട്ടും നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ബ്ലോക്ക് 1ഉം 4ൽ നിന്നുമാണ് വന്നിരിക്കുന്നത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റും അല്ലെ. നമുക്ക് 3 ക്വസ്റ്റ്യൻസും 2 ക്വസ്റ്റ്യൻസും ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ബ്ലോക്ക് 2ഉം 3യെക്കാട്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 1ഉം 4ൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആ ബ്ലോക്കുകൾക്ക് കൊടുക്കാം. ബ്ലോക്ക് 4 ഹാവ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. കണ്ടോ, നമ്മൾ December 2023 ഒരു അനാലിസിസ് നോക്കിയപ്പോൾ നമ്മൾ കണ്ടിരുന്നു ബ്ലോക്ക് 4ൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വന്നു. അപ്പം മസ്റ്റ് ആയിട്ട് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പോകേണ്ട ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4 എന്ന് തന്നെ പറയാൻ പറ്റും. ദെൻ ബ്ലോക്ക് 3 ഹാവ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് December 2023 നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ബ്ലോക്ക് 3യിൽ നിന്നാണ്.
അപ്പം മസ്റ്റായിട്ട് ബ്ലോക്ക് 1 4 നമ്മൾ കവർ ചെയ്തേ പറ്റത്തുള്ളൂ. ദെൻ ബ്ലോക്ക് 3യെക്കാട്ടും എന്താണ് അന്നേരം നമുക്ക് പറയാൻ പറ്റും ബ്ലോക്ക് 2 ആണ് ബ്ലോക്ക് 3യെക്കാട്ട് ഇച്ചിരൂടെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതെന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പം അതിന്റെ ഒക്കെ ബേസിസിൽ അല്ലെങ്കിൽ ഇതോടൊന്ന് കൺസിഡർ ചെയ്ത് വേണം പോർഷൻസും ബ്ലോക്കുകളും നമ്മളൊന്ന് കവർ ചെയ്യാൻ. പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്, അതായത് ഓരോ ബ്ലോക്കിന്റെ ബേസിസിലുള്ള ഒരു പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാൽ ബ്ലോക്ക് 4ൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഹയർ പെർസെന്റേജ്, അതായത് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഹയർ പെർസെന്റേജ് ആണ്. ജൂൺ 2023ലും ഡിസംബർ 23ലും ഹൈ പെർസെന്റേജ് അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ബ്ലോക്ക് 4ൽ നിന്നാണ്. ദെൻ ബ്ലോക്ക് 2നെ വെച്ച് കഴിഞ്ഞാൽ ലോവർ പെർസെന്റേജ്, അതായത് ബാക്കി ബ്ലോക്കുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കുറവ് പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 2ൽ നിന്നും. ദെൻ ബ്ലോക്ക് 3യുടെ കേസസ് വന്നു കഴിഞ്ഞാൽ ഹയർ ഇൻ ജൂൺ 2023, അതായത് 2023 ജൂണിൽ നോക്കുമ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് 3ല്. പക്ഷെ എന്താണ് ബാക്കി പീരീഡ്സിൽ, അതായത് ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അതിൽ നിന്ന് അധികം ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഹൈ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ബ്ലോക്ക് 4ൽ നിന്നായതുകൊണ്ട് ആ ബ്ലോക്ക് 4 നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടതുണ്ട്. ദെൻ ഇതിന്റെ ഒരു ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് 4ന് എന്താണ് ഹൈ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാനുള്ള ഹൈ ഫ്രീക്വൻസി ഓഫ് ചാൻസ് ഉണ്ട് അതിൽ നിന്ന്. അതായത് തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. ബ്ലോക്ക് 4ൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വന്നേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ബ്ലോക്ക് 2ൽ നിന്ന് എന്താണ് ജനറലി കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ എന്താണ് വരാനുള്ള ചാൻസ് നമുക്ക് കുറവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ബ്ലോക്ക് 1ഉം 3യും വെച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു വേരിയബിലിറ്റി ഉണ്ട്, അതായത് കൂടിയും കുറഞ്ഞു നിൽക്കുന്നു. അതായത് മോഡറേറ്റ് ലെവൽ ആണ് ബ്ലോക്ക് 1ഉം 3യും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അതായത് കൂടുതൽ ചാൻസ് നമ്മുടെ ബ്ലോക്ക് 4ഉം ഒരു മോഡറേറ്റ് ചാൻസ് 1ഉം 3യും ഏറ്റവും ലോ ഫ്രീക്വൻസി 2 എന്ന രീതിയിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്തെടുക്കാം. ദെൻ യൂണിറ്റ് വൈസ് അനാലിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് യൂണിറ്റ് 1.3 അതായത് എത്തിക്കൽ ഡിലാമേഴ്സിന്റെ പോർഷനും യൂണിറ്റ് 1.4 എത്തിക്സ് ഇൻ ബിസിനസ് അത് നമുക്ക് ഡിസംബർ 2022ലും ചോദിച്ചിട്ടുണ്ട്, ഡിസംബർ 23ലും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ജൂൺ 23ൽ ചോദിച്ചിട്ടില്ല. യൂണിറ്റ് 1.5 അതായത് കണ്ടംപററി അപ്രോച്ചസ് ടു ബിസിനസ് എത്തിക്സ് എന്താണ് കൺസിസ്റ്റന്റ്ലി എന്താണ് നമ്മൾ 3 പേപ്പേഴ്സിലും ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കണ്ടംപററി അപ്രോച്ചസ് ടു ബിസിനസ് എത്തിക്സ്, ശ്രദ്ധിച്ചോണേ ടോപ്പിക് ഏതാണ്. ദെൻ 2.1 CSR ഓവർവ്യൂ, അത് എന്താണ് ഡിസംബർ 22ൽ മാത്രമാണ് ആ ഒരു പോർഷൻ ചോദിച്ചിട്ടുള്ളത്. ദെൻ ബിസിനസ് സ്ട്രാറ്റജി ഇൻ CSR എന്താണ് അപ്പിയേഴ്സ് ഇൻ ബോത്ത് ജൂൺ 23 ആൻഡ് ഡിസംബർ 23. ദെൻ 2.4 ബിസിനസ് എത്തിക്സ് ആൻഡ് CSR ലിങ്കേജസ് കൺസിസ്റ്റന്റ് എന്താണ് 3 എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ഒരു പോർഷൻ ആണ് ബിസിനസ് എത്തിക്സ് ആൻഡ് CSR. ഓർത്തോണം, 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് ആ ടോപ്പിക്സ് ഒന്നും ഒട്ടും വിട്ട് കളയല്ല, ശ്രദ്ധിച്ചോണം കേട്ടോ. ദെൻ 3.2 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് CSR ലെജിസ്ലേഷൻസ് ആൻഡ് പോളിസി ഗൈഡ് ലൈൻസ് എന്ന് പറയത്തില്ല, അതും നമുക്ക് 3 എക്സാംസിനും ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ്. 4.1 CSR റിപ്പോർട്ടിംഗ് പ്രോസസ്സും ഓഡിറ്റിങ്ങും, അതെന്താണ് അതും 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് അത്രയും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു പോർഷൻ ആണ്. 4.2 റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് CSR ഡിപ്പാർട്ട്മെന്റ്, അത് ഡിസംബർ 2023ലും ചോദിച്ചിട്ടുണ്ട്, ജൂൺ 2023ലും ചോദിച്ചിട്ടുണ്ട്. 4.3 CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അപ്പിയേഴ്സ് ഇൻ 3 പ്രാവശ്യം ചോദിച്ചിട്ട്, അതായത് ഡിസംബർ 2022ലും 23ലും ജൂൺ 23ലും ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പം ഇതിന്റെ ഒരു ബേസിസിൽ, അതായത് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിരിക്കുന്ന ഈ ഒരു ബേസിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ 3 തവണയും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പോർഷൻസ്, അതായത് യൂണിറ്റ് 1.5, 2.4, 3.2 contemporary approaches to business ethics and CSR linkages, CSR legislations and policy guidelines, ഇത് ഇത്രയും നോക്കുക. അത് മാത്രമല്ല CSR റിപ്പോർട്ടിംഗ് പ്രോസസ് ആൻഡ് ഓഡിറ്റിംഗ്, CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, CSRന്റെ പോർഷൻസിന് റിപ്പീറ്റഡ് ആയിട്ട് 3 പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് പോവുക, കാരണം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നോക്കുക. പിന്നെ ഏറ്റവും കുറവ് പ്രാവശ്യം കണ്ടിട്ടുള്ളത് CSRന്റെ ഓവർവ്യൂവും പിന്നെ CSR ഇൻ പബ്ലിക് സെക്ടർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതുമാണ് ഏറ്റവും കുറവ് പ്രാവശ്യം, അതായത് ഒരു പ്രാവശ്യമൊക്കെ മാത്രമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പോർഷൻസ് എന്ന് പറഞ്ഞത്. അപ്പം
ഹൈലി റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസിൽ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. ദെൻ നമുക്ക് ഫ്രീക്വന്റ്ലി കവറേജ് ചെയ്ത ടോപ്പിക്സ് അല്ലാതെ നോക്കാം. ഇപ്പൊ ഓൾറെഡി നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് 1 റിപ്പീറ്റഡ് വന്നിരിക്കുന്ന പോർഷൻസ് എന്ന് പറയുന്നത് 1.3 റെലവൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്, 1.4 ഗ്ലോബലൈസേഷൻ ആൻഡ് ബിസിനസ് എത്തിക്സ്, 1.6 ബിസിനസ് എത്തിക്സ് എഡ്യൂക്കേഷൻ ഇൻ മാനേജ്മെന്റ് കരിക്കുലം. പിന്നെ യൂണിറ്റ് 2 വരുന്ന കഴിഞ്ഞാൽ 2.3 ടെലിയോളജിക്കൽ എത്തിക്കൽ സിസ്റ്റംസ് വരുന്നുണ്ട്. അതായത് എത്തിക്കൽ തിയറീസിനകത്തെയാണ്. 2.5 കണ്ടംപററി അപ്രോച്ചസ്, ലിമിറ്റേഷൻസ് ഓഫ് എക്സിസ്റ്റിംഗ് തിയറീസ്. യൂണിറ്റ് 3 വെച്ച് നോക്കുമ്പോൾ എത്തിക്കൽ അപ്രോച്ചസ് ടു എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, 3.3 ഓവർകമ്മിങ് എത്തിക്കൽ ഡിലമാസ്. Then unit 5 വെച്ച് നോക്കുമ്പോൾ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻ ടു ദ ഫേം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR. പിന്നെ യൂണിറ്റ് 12 12.9 നീഡ് ആൻഡ് സ്കോപ്പ് ഓഫ് CSR ഓഡിറ്റ്. യൂണിറ്റ് 13.4 ടാക്സ് ഇഷ്യൂസ് ഇൻ CSR. ഇത് ഇത്രയുമാണ് എന്താണ് നമ്മൾ യൂണിറ്റ് വൈസ് നോക്കുമ്പോൾ വന്നിരിക്കുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ പോർഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഫ്രീക്വന്റ്ലി ടാർഗറ്റഡ്, അതായത് അത്ര ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടില്ല, ഇൻഫ്രീക്വന്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.2 അതായത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബിസിനസ് എത്തിക്സ് ആൻഡ് ലോയർ. പിന്നെ 1.5 സസ്റ്റൈനബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ്, 2.7 ബിസിനസ് എത്തിക്സ് ഗോയിങ് ബിയോണ്ട് എന്നുള്ള പോർഷൻസ്. ദെൻ 3.4 എത്തിക്കൽ നേവിഗേഷൻ വീൽ ആൻഡ് ഓവർകമ്മിങ് എത്തിക്കൽ ഡിലമാസ് എന്ന് പറയുന്നില്ലേ, അത് മോർ റീസെന്റ് അല്ല, ഇപ്പൊ കറന്റ്ലി ആണ് എന്താ അപ്പിയർ ചെയ്ത് നമ്മൾ കാണുന്നത്. അധികം നേരത്തെ ഒന്നും അങ്ങനെ പോർഷൻസ് കണ്ടിട്ടില്ല. ദെൻ 5.6 കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ആൻഡ് ബിസിനസ്, 6.2 ഇന്റഗ്രേറ്റിംഗ് CSR ഇൻടു മാനേജ്മെന്റ് പ്രാക്ടീസസ്. ഇത് ഇത്രയുമാണ് എന്താണ് ലെസ് ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫ്രീക്വന്റ് റിപ്പീറ്റഡ് അല്ലാത്ത രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. ദെൻ ഇതിന്റെയൊക്കെ ബേസിസിൽ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വന്റ്ലി ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു പോർഷൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് 1 റെലവൻസ്, ഗ്ലോബലൈസേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ബിസിനസ് എത്തിക്സ്. അതിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. യൂണിറ്റ് 2 എംഫസിസ് എത്തിക്കൽ തിയറീസ്, തിയോളജിക്കൽ ആൻഡ് കണ്ടംപററി അപ്രോച്ചസ്, അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. യൂണിറ്റ് 3 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്ലി അഡ്രസ്സസ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ചസ് ആൻഡ് ഡിലമാസ്. യൂണിറ്റ് 5 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ്സസ്, പിന്നെ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്സ് ആൻഡ് CSR. യൂണിറ്റ് 12 കോൺസിസ്റ്റന്റ്ലി ഫോക്കസ് ഓൺ CSR ഓഡിറ്റ് നീഡ്സ് ആൻഡ് സ്കോപ്പ്, അതായത് CSR ഓഡിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നീഡ്സ്, സ്കോപ്പ്. ദെൻ യൂണിറ്റ് 13 ടാക്സ് ഇഷ്യൂസ്, അതായത് CSRന്റെ ടാക്സ് ഇഷ്യൂസ്. ഇത് ഇത്രയുമാണ് എന്താണ് നമ്മൾ യൂണിറ്റ് വൈസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ആ യൂണിറ്റ് വൈസിൽ കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്തോണേ, പഠിച്ചോണേ, വിട്ട് കളയരുത്, സ്കിപ്പ് ചെയ്യരുത്. ദെൻ ലെസ് ഫ്രീക്വന്റ്, അതായത് ചോദിച്ചതിൽ കുറവ് പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന പോർഷൻസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നിക്കി ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് എത്തിക്സ് അല്ലെങ്കിൽ CSR അങ്ങനത്തെ പോർഷൻസ് ആണ് കുറവ് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡിങ് ടോപ്പിക്സ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റന്റ്ലി അപ്പിയർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാംസിൽ കൂടുതൽ പ്രാവശ്യം കണ്ടുവരുന്ന എത്തിക്കൽ തിയറീസ്, സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻസ്, CSR ഓഡിറ്റ് പ്രാക്ടീസസ്, അങ്ങനത്തെ പോർഷൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ അതേപോലെ തന്നെ ലെസ് ഫ്രീക്വന്റ്, അതായത് അപ്പൊ ഹൈലി ഫോക്കസ് ഈ പറഞ്ഞതിനെ കൊടുക്കുക. പിന്നെ നമുക്ക് വന്നിട്ടുണ്ട് പക്ഷെ അധികം പ്രാവശ്യം ചോദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ എന്താണ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ള പോർഷൻസ് ഉണ്ടല്ലോ കുറച്ച്, അതായത് നമ്മളുടെ എന്താണ് ഈ നേവിഗേഷൻ വീല് അതുപോലത്തെ ടോപ്പിക്സിലൊക്കെ എന്താണ് പഠിക്കുക എന്നാ ഒത്തിരി അങ്ങ് ഹൈലി റിപ്പീറ്റഡ് ആയിട്ട് വന്ന് കണ്ടിട്ടില്ല, പക്ഷെ എന്താ വരാൻ ചാൻസ് ഉണ്ട് അതില്. അപ്പൊ അങ്ങനത്തെ ടോപ്പിക്സും ജസ്റ്റ് കവർ ചെയ്ത് പോവുക. ദെൻ മാർക്ക് വൈസ് ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ സ്കോർ വന്നിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്, അതായത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എത്തിക്കൽ അപ്രോച്ചസ്, അത് ചോദിച്ചിട്ടുണ്ട്. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർകമ്മിങ് എത്തിക്കൽ ഡിലമാസ്, അതിന്റെ പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നീഡ് ആൻഡ് സ്കോപ്പ് ഓഫ് CSR ഓഡിറ്റ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻ ടു ഫേംസ്, പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR റെസ്പോൺസിബിലിറ്റി. ഈ പോർഷൻസ് ആണ് ഒത്തിരി കൂടുതൽ മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ദെൻ മോഡറേറ്റ്ലി ചോദിച്ചിട്ടുള്ള, അതായത് എന്നാൽ 20 മാർക്സ് പോലത്തെ വലിയ മാർക്കിനല്ല, അതിലും കുറവ് ഇച്ചിരി മാർക്ക് കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ മാർക്ക് കുറവ് രീതിയിൽ എഫക്ട് ചെയ്തിരിക്കുന്നത് കണ്ടംപററി അപ്രോച്ചസ്, തിയോളജിക്കൽ എത്തിക്കൽ സിസ്റ്റംസ്,
പിന്നെന്താണ് റെലവൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ബിസിനസ് എത്തിക്സ്, CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, ഇത് ഇത്രയും. ദെൻ ലോ സ്കോറിങ്, അതായത് കുറവ് പ്രാവശ്യം മാത്രം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറവ് പ്രാവശ്യം മാത്രം സ്കോറിങ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെൻസ് പെയിൻസ് കൺസെപ്റ്റ്, പിന്നെ മോഡൽസ് ഓഫ് CSR ഇൻ ഇന്ത്യ, പിന്നെ സോഷ്യൽ ഓഡിറ്റ്, CSR ആൻഡ് കോൺഫ്ലിക്റ്റ്, എത്തിക്സ് ആൻഡ് CSR, ഇങ്ങനത്തെ പോർഷൻസ് ആണ് കുറവ് രീതിയിൽ നമുക്ക് എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറവ് രീതിയിൽ മാർക്സ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഹൈ സ്കോർ ഏരിയാസ് എന്ന് പറഞ്ഞ് കുറച്ച് നമ്മൾ പറഞ്ഞില്ലേ, അതിൽ നമ്മൾ ഹൈലി ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, CSR ഓഡിറ്റ്, സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻസ്, അങ്ങനെയുള്ളതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ദെൻ മോഡറേറ്റ്ലി സ്കോറിംഗ് ആയിട്ടുള്ളത് നമ്മൾ എന്താ റിവ്യൂ ചെയ്ത് പോവുക, ജസ്റ്റ് നമ്മൾ നോക്കി തന്നെ പോവുക. അതായത് കണ്ടംപററി അപ്രോച്ചസ്, തിയോളജിക്കൽ തിയറീസ്, ഡിലാമസ് ഒക്കെ വരുമല്ലോ, അതൊക്കെ എന്താണ് നമ്മൾ പഠിക്കണം. ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എന്താ ഓഫൻലി ആണ് ചോദിച്ചേക്കുന്നത്, അപ്പൊ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് പോർഷൻസ്, അതായത് ലോ സ്കോറിംഗ് ആണ് വന്നിരിക്കുന്നത്. അത് കുറച്ച് പ്രാവശ്യമേ വന്നിട്ടുള്ളൂ, ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയരുത്. പക്ഷെ അതെന്താ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകുക കേട്ടോ. ആ രീതിയിൽ വേണം നമ്മുടെ പോർഷൻസ് കവർ ചെയ്യുന്നത്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് എത്ര പ്രാവശ്യം നോക്കിയിട്ടുണ്ട് എന്ന് നമുക്കൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ, എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റ് 3 അതൊരു ഫ്രീക്വന്റ്ലി നമ്മൾ കണ്ടുവരുന്നത്. അതായത് നമ്മൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ, December 22, 23, June 23, ഈ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ റിക്കറിംഗ് രീതിയിൽ വന്നിരിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ അതിനകത്ത് എത്തിക്കൽ അപ്രോച്ചസും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. 3 പ്രാവശ്യം 3 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഓവർകമ്മിങ് എത്തിക്കൽ ഡിലാമാസ്, അതും 3 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ദെൻ CSR ഓഡിറ്റിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ നീഡ് ആൻഡ് സ്കോപ്പ് ഓഫ് CSR ഓഡിറ്റ് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻസിന്റെ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻ ടു ദ ഫേം എന്ന് പറയുന്നത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSRന്റെ പോർഷനിൽ നിന്ന് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കണ്ടംപററി അപ്രോച്ചസിന്റെ കേസസ് വരുമ്പോൾ കണ്ടംപററി അപ്രോച്ചസ് ടു ബിസിനസ് എത്തിക്സിനകത്തെ ആ കണ്ടംപററി അപ്രോച്ചസ് തന്നെ ഒരു 3 പ്രാവശ്യം 3 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. ദെൻ തിയോളജിക്കൽ എത്തിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് നിന്നും December 22-ലും December 23-ലും ചോദിച്ചിട്ടുണ്ട്. പിന്നെ CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ കേസ് വരുമ്പം December 22-ലും December 23-ലും ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇതിന്റെ ഒരു ബേസിസിൽ അനാലിസിസ് പാറ്റേൺ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒക്കറൻസിന്റെ ഒരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീക്വന്റ്ലി റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന പോർഷൻസ് എന്ന് പറയുന്നത് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അത് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുണ്ട് 3 പ്രാവശ്യം. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടല്ലോ, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നതാണ്. പിന്നെ CSR ഓഡിറ്റും എന്താണ് ഹൈലി ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻസിന്റെ പോർഷൻസ് വരുമ്പോൾ എന്താണ് അതിനകത്ത് CSRന്റെ കരിക്കുലവും ദെൻ അതിന്റെ റിലേഷൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. കണ്ടംപററി അപ്രോച്ചസ് എന്താണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. ദെൻ നമുക്ക് അത് ഇത്രയും പറഞ്ഞിരിക്കുന്ന 3 എക്സാംസിലും ചോദിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ. അതാണ് ആദ്യോടെ അവസാനം വരെ എപ്പോഴും നമ്മൾ ഈ ഒരു ടോപ്പിക്സ് തന്നെ വീണ്ടും വീണ്ടും കണ്ടുവരുന്നത്. ദെൻ ലെസ് ഇമ്പോർട്ടൻസ് വന്നിരിക്കുക, ലെസ് ഇമ്പോർട്ടൻസ് അല്ല, ലെസ് ഫ്രീക്വൻസി വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയോളജിക്കൽ ആണ്. തിയോളജിക്കൽ എത്തിക്കൽ സിസ്റ്റത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയോളജിക്കൽ എത്തിക്കൽ സിസ്റ്റം, അതിനകത്ത് നമുക്ക് 2 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും 2 പ്രാവശ്യം. അതുകൊണ്ട് തന്നെ ലെസ് ഫ്രീക്വന്റ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ എക്സാംസിന് ഓൾറെഡി കണ്ടുവന്നിരുന്ന ഒരു പാറ്റേണും കാര്യങ്ങളുമാണ്. എന്നാൽ ഇനി മുന്നോട്ടുള്ള നെക്സ്റ്റ് എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ June 24-ൽ എക്സ്പെക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളായിരിക്കും ഇനി വരുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് ഇത്രയത്തിന്റെ ഒരു ബേസിസിൽ നമുക്ക് ഇനി വരാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്ന ഒരു മെയിൻ ടോപ്പിക് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അതിന്റെ അകത്ത് എത്തിക്കൽ അപ്രോച്ചസ് ഓഫ് ടു എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓവർകമ്മിങ് എത്തിക്കൽ ഡിലമാസ്, ഇത് എക്സ്പെക്ട് ചെയ്യാം. ദെൻ CSR ഓഡിറ്റിന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നീഡ് ആൻഡ് സ്കോപ്പ് ഓഫ് CSR ഓഡിറ്റ്. സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻസിന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻ ടു ദ ഫേം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR. കണ്ടംപററി അപ്രോച്ചസ് ടു ബിസിനസ് എത്തിക്സിന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടംപററി അപ്രോച്ചസ്. പിന്നെ അത് മാത്രമല്ല, അഡീഷണൽ ആയിട്ട് നമുക്ക് പോസിബിൾ ടോപ്പിക്സ് എന്ന് പറയാൻ പറ്റുന്നത് തിയോളജിക്കൽ എത്തിക്കൽ സിസ്റ്റം. അതിനകത്ത് തിയോളജിക്കൽ എത്തിക്കൽ സിസ്റ്റംസ്, കോൺസിക്വന്റലിസ്റ്റിക്
എത്തിക്കൽ തിയറീസ് അങ്ങനത്തെ പോർഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതായത് SDG എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം അത് എന്താണ് നമ്മൾ കറങ്ങല്ലേ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആണ്, അത് നേരത്തെ നോക്കി വെക്കുക. ദെൻ CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ റിലേഷൻസും അല്ലെങ്കിൽ അത് തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും അങ്ങനത്തെ പോർഷൻസ് ഒക്കെ ഒന്ന് പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കുക കേട്ടോ. അപ്പം ഹൈലി ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റുകൾ ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്ത് പോവുക. കാരണം അപ്കമിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് ഏറ്റവും ബെറ്റർ ആണ്. അതായത് ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഈസിയർ ആക്കാൻ ഈ ഒരു അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ രീതിയിൽ നമ്മൾ സ്റ്റഡിക്ക് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത്രയും നേരം ഒരു ഐഡന്റിഫൈ ചെയ്ത കുറച്ച് കാര്യങ്ങളും ഒരു ഗൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോ ടോപ്പിക്സും ഓരോ ബ്ലോക്കും കവർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇതിന്റെ ഒരു ബേസിസിൽ കീ ഫോക്കസ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. ഓൾറെഡി പറഞ്ഞെന്താണ്, ഹൈലി ഫ്രീക്വന്റ് ആണ്, ഹൈലി പ്രയോറിറ്റി കൊടുക്കണം. പിന്നെ അതിനകത്തെ നമ്മൾ ഇതുവരെ എല്ലാ എക്സാമിനും ഈ പോർഷൻസ് കണ്ടു, അപ്പൊ ഇനിയും വരാൻ ചാൻസ് കൂടുതലാണല്ലോ. ദെൻ എത്തിക്കൽ അപ്രോച്ചസ് ടു എത്തിക്കൽ ഡിസിഷൻ, ഓവർകമ്മിങ് എത്തിക്കൽ ഡിലമസ്, അതൊക്കെയാണ് അതിന്റെ അണ്ടറിൽ വരുന്നത്. ദെൻ വരുന്നതെന്ന് വെച്ചാൽ CSR ഓഡിറ്റ്, അത് വരുമ്പോൾ നീഡ്, സ്കോപ്പ്, CSR അങ്ങനെയുള്ള CSR ഓഡിറ്റിന്റെ നീഡ്, സ്കോപ്പ് എന്നുള്ള രീതികൾ. സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻസ് വരുമ്പം റിലേഷൻസ് ടു ദ ഫേം വരുന്നുണ്ട്, പിന്നെന്താ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് CSR വരുന്നുണ്ട്. അത് എല്ലാ എക്സാംസിനും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അതാണ് തന്നെ പിന്നെ ഈ ടോപ്പിക്സ് തന്നെ വീണ്ടും നമുക്ക് കാണുന്നത്. ദെൻ കണ്ടംപററി അപ്രോച്ചസ് ടു ബിസിനസ് എത്തിക്സ്, അത് എന്താണ് 3 എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. ദെൻ ടെലിയോളജിക്കൽ എത്തിക്കൽ സിസ്റ്റം. ടെലിയോളജിക്കൽ എത്തിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ 3 എക്സാംസ് ആണ് ഇപ്പൊ നോക്കുന്നതെങ്കിൽ 2 എക്സാംസിലും അത് പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ CSR ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അത് നമ്മൾ കോൺസിക്വന്റ്ലി ഇപ്പൊ കണ്ടുവരുന്നതാണ്. അപ്പം നമുക്ക് കൺസിസ്റ്റന്റ്ലി കവർ ചെയ്യുന്ന പോർഷൻസ് അതനുസരിച്ച് നമ്മൾ ഹൈലി ഫ്രീക്വൻസി കൊടുക്കുക. ദെൻ ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതിന് ആ രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ ഒരു പ്രിപ്പറേഷൻ ടിപ്പ് പറയുമ്പോൾ എന്താണ്, നമ്മൾ CSR പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇല്ലേ, അതിനകത്തൊക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസിൽ തന്നെ ഫോക്കസ് ചെയ്ത് എക്സാമ്പിൾ സഹിതം പഠിക്കേണ്ട കേസസിൽ എക്സാമ്പിളും കൂടെ നോക്കുക. ദെൻ അഡീഷണൽ ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മുമ്പേ പറഞ്ഞു, ലൈൻ ബേസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ മോറൽ കോമ്പസ് എന്ന് പറയുന്ന പോർഷൻസിൽ കൂടുതലായിട്ട് നോക്കുക. കാരണം December 23 അത് ചോദിച്ചിട്ടുണ്ട്. ദെൻ വരുമ്പം എന്താണ് മോഡൽസ് ഓഫ് CSR ഇൻ ഇന്ത്യ, അതും നമുക്ക് 2 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. December 22 June 23 ചോദിച്ചു. അതും എന്താണ് ഡിഫറെന്റ് മോഡൽസ് ഓഫ് CSR ഇന്ത്യൻ കമ്പനീസിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ദെൻ സോഷ്യൽ ഓഡിറ്റും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. June 23 December 22 ചോദിച്ചിട്ടുണ്ട്. ദെൻ വരുമ്പം ടാക്സ് CSRന്റെ ഇഷ്യൂസ് ഇൻ ടാക്സ് CSR ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുമ്പം അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അതായത് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട പോർഷൻ അല്ല വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഹൈലി ഫ്രീക്വൻസി വന്നിട്ടുള്ള പോർഷൻസിൽ കൂടുതലായിട്ട് എത്രത്തോളം ശ്രദ്ധിച്ച് പഠിക്കുക. ദെൻ നമ്മുടെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് തന്നെ പഠിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ റിവ്യൂ ചെയ്യുക, എക്സാം പാറ്റേൺസ് എങ്ങനെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്, അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, കമ്പാരിസണും കേസ് സ്റ്റഡീസും ഒക്കെ വന്നെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെന്താണ്, കറണ്ട് പ്രാക്ടീസസ് അല്ലെങ്കിൽ കറണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കേസസ് ഒക്കെ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുക. CSRന്റെ കേസസ് വന്നാലും ബിസിനസ് എത്തിക്സിന്റെ കേസസ് വന്നാലും കറന്റ്ലി ഉള്ള കേസസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അങ്ങനെ നമ്മളുടെ നോളജ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ പ്രാക്ടീസ് പാസ്റ്റ് പേപ്പേഴ്സ്, എന്താണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കറന്റ്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അതിനകത്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ വിട്ടു പോകാതെ ഫ്രീക്വന്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം അതൊരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാലോ ഈ രീതി ഏകദേശം ഈ രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ ആ രീതിയിൽ നോക്കുക കേട്ടോ. ദെൻ നമുക്ക് ലാസ്റ്റിൽ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമുക്ക് അടുത്ത ഒരു പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതായത് ഈ ഒരു ഏകദേശം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ അപ്പം അറ്റംപ്റ്റ് 25 എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും വരിക. അതായത് 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. 8 or 9 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് അറിയാവുന്ന ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ മതി.
ഇപ്പൊ ഈ predictive question paper നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ എത്തിക്കൽ അപ്രോച്ചസ് ടു ഡിസിഷൻ മേക്കിംഗ് ഇൻ ബിസിനസ് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് ഹൗ ദീസ് അപ്രോച്ചസ് ക്യാൻ ബി അപ്ലൈഡ് ടു റിസോൾവ് എത്തിക്കൽ ഡിലാമാസ്. പറഞ്ഞല്ലോ, വിത്ത് എക്സാമ്പിൾ കേസസും അല്ലെങ്കിൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസും ആണ് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ ദ നീഡ് ആൻഡ് സ്കോപ്പ് ഓഫ് CSR ഓഡിറ്റ്, ഡിസ്കസ് ദ കീ എലമെന്റ്സ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ എ കോംപ്രഹെൻസീവ് CSR ഓഡിറ്റ് റിപ്പോർട്ട്. Then analyze the roles of stakeholders in CSR, like corporate social responsibility. How can business effectively manage their relationships with the different stakeholder groups? Then fourth question വന്നിരിക്കുന്നത് discuss the contemporary approaches to the business ethics. What are the limitations of these approaches? Provide relevant examples to support your answer. കണ്ടോ, ഇപ്പൊ ഈ വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം വിത്ത് ആൻസേഴ്സ് ആണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു വിത്ത് എക്സാമ്പിൾ കൊടുക്കുമ്പോഴായിരിക്കും നമ്മളുടെ ഫുൾ മാർക്ക് അതിനോട് മാർക്ക് ആഡ് ചെയ്ത് കിട്ടുക. അപ്പം അതിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. Fifth question, explain the teleological ethical systems and consequent list ethical theories. How do these theories guide business decision making? കണ്ടോ, ഒരു അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വന്നിരിക്കുന്നത് ഹൗ ഡു ദീസ് തിയറീസ്, അതായത് എങ്ങനെ ഇത് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ജനറൽ ആയിട്ടൊരു നമ്മുടെ ഒരു ഒപ്പീനിയൻ പോലുള്ള ഒരു രീതിയിലായിരിക്കും ആൻസർ ഇവർ എക്സ്പെക്ട് ചെയ്യുക. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്ക്രൈബ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻ ഇന്ത്യ. പ്രൊവൈഡ് എക്സാമ്പിൾസ് ഓഫ് ഹൗ ഇന്ത്യൻ companies are integrating these goals into their CSR strategies. Seventh question, critically evaluate Elaine Payne's concept of moral compass and how can this concept be used to guide the ethical behavior in business. അപ്പം നമ്മൾ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ തന്നെ അല്ല അതിനകത്ത് അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, ഇത് എങ്ങനെ നമുക്ക് എത്തിക്കൽ ബിഹേവിയറിനകത്ത് എഫക്റ്റീവ് ആയിട്ട് ഗൈഡ് ചെയ്യും എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓഫ് എനി ടു ഓഫ് ദ ഫോളോയിങ്. അതായത് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും 2 ആൻസർ ചെയ്താൽ മതി. അപ്പൊ ഈക്വലി മാർക്സ് ആയിരിക്കും, 10 മാർക്സ് വെച്ചായിരിക്കും ഈച്ച് വരിക. മോഡൽസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ, സോഷ്യൽ ഓഡിറ്റ്, ടാക്സ് ഇഷ്യൂസ് ഇൻ CSR, എത്തിക്സ് ആൻഡ് CSR. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് അറിയുന്നത് അതിൽ ഏതെങ്കിലും 2 മാത്രം ആൻസർ ചെയ്യുക. 10 മാർക്ക് വരുന്ന രീതിയിൽ ആൻസർ ചെയ്യുക. ഇതിന്റെ എല്ലാം predictive question പേപ്പറിന്റെ ആൻസേഴ്സ് എല്ലാം നമ്മളുടെ ലേൺവൈസിലെ സ്റ്റുഡൻസിന് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിട്ട് കിട്ടും, PDF ആയിട്ട് കിട്ടും. അത് റെഫർ ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളവർ ഇത് വർക്ക്ഔട്ട് ചെയ്ത് മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ നോക്കി പഠിച്ചിട്ട് പോകാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും. അപ്പം വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു എക്സാം ആയിരിക്കട്ടെ. എല്ലാവരും എക്സാം ഹാളിൽ നിന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങട്ടെ. അപ്പം നല്ല രീതിയിൽ ഹൈലി ഫ്രീക്വന്റ് ആയിട്ട് വന്നിരിക്കുന്ന പോർഷൻസ് ഒക്കെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. വിഷ് യു ഹാപ്പി എക്സാം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.